നമസ്കാരം. എസ് ബി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കിപ്പം വലിയ ഞെട്ടിക്കുന്ന വാർത്ത, CPM-ന് ചെക്ക് വെച്ചു. ആര് ചെക്ക് വെച്ച്? CPM-നെ പൂട്ടി. ആര് പൂട്ടി? ആരും പൂട്ടാനൊന്നും പോകുന്നില്ല. ഈ പറയുന്നത് വേറെ ഒരാളെ ഉദ്ദേശിച്ചിട്ടാണ്. ജി സുധാകരൻ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. നല്ല കാര്യം, മത്സരിക്കട്ടെ. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ദീർഘകാലമായി ഏകദേശം എനിക്ക് തോന്നുന്നു 2006 മുതൽ 2011 വരെയുള്ളൊരു കാലഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിയായിരുന്നേ. തന്നെയുമല്ല, 2006 മുതൽ 2021 വരെ അദ്ദേഹം MLA ആയിരുന്നു. ഇത്രയും പ്രാതിനിധ്യം ഒരാൾക്ക് കൊടുത്താൽ പോരെ? 75 വയസ്സ് എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിട്ടാണ് അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരുന്നത്. അപ്പോഴും ഈ 2006 മുതൽ കുറഞ്ഞ കാലയളവൊന്നുമില്ല, 2021 എന്ന് പറയുന്ന കാലഘട്ടം വരെ, ഇത്രയും കാലഘട്ടം അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നു, അധികാരസ്ഥാനത്തുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ജി സുധാകരൻ. അതിനുമുമ്പ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിലൊക്കെ ഇരുന്ന ഒരു മുതിർന്ന നേതാവ്. ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ എന്ന് പറയുന്നത് വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു നേതാവായി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് അദ്ദേഹം ഈ ഒരു തീരുമാനം എടുക്കുന്നത് വരെ ജി സുധാകരനെ കടന്നാക്രമിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, ജി സുധാകരനെതിരായി സൈബർ ആക്രമണം നടത്തിയിട്ടുള്ളവരാരും തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോ പാർട്ടിയുടെ ഔദ്യോഗിക ഘടകങ്ങളിൽപ്പെട്ടവരോ അതല്ലെങ്കിൽ പാർട്ടിയുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിൽ നിന്നോ ആയിരുന്നില്ല. പകരം മുഖമില്ലാത്ത ആരൊക്കെയോ ചേർന്ന് ഈ പാർട്ടിക്കുള്ളിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും പല CPM പ്രവർത്തകരും വിധി എഴുതുന്നത്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ വേണം നോക്കി കാണേണ്ടതും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ജി സുധാകരൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു അപകടം സംഭവിക്കുന്നു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി CPM-ലെയും അതോടൊപ്പം BJP-യിലെയും കോൺഗ്രസിലെയും നേതാക്കന്മാർ അനസ്യൂതം ഒഴുകിയെത്തുന്നു. ഈ പറയുന്ന BJP-ക്കാരെത്തിയതും കോൺഗ്രസ്സുകാരെത്തിയതും മറ്റൊന്നും ലക്ഷ്യം വെച്ചായിരുന്നില്ല. അത് ഒരു സാധാരണ വിസിറ്റ് ആയിരുന്നില്ല. KC വേണുഗോപാൽ കേരളത്തിൽ പിടിമുറുക്കിയതിന് ശേഷം KC വേണുഗോപാൽ ജി സുധാകരനെ കാണാനായി ഒരിക്കൽ ചെല്ലുന്നു. ജി സുധാകരനെ കാണുന്നു, സംസാരിക്കുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ KC വേണുഗോപാലും ജി സുധാകരൻ ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, ഈ സന്ദർശനത്തിന് രാഷ്ട്രീയമായ യാതൊരു പ്രാതിനിധ്യവുമില്ല, പ്രാധാന്യവുമില്ല. ഇവരും ഒരു സൗഹൃദ സന്ദർശനം മാത്രം, വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി മാത്രം വന്നതാണ് എന്ന് പറഞ്ഞു. നമുക്കറിയാം, ഒരുപക്ഷെ KC വേണുഗോപാലും ജി സുധാകരനും തമ്മിൽ കാണുമ്പോൾ സംസാരിക്കാൻ സാധ്യതയുള്ളത് വെറും കുശലാന്വേഷണം മാത്രമല്ല എന്നുള്ള കാര്യം. ഈ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നൊരു നേതാവ് ചാടി പിടിച്ചു വന്നിരുന്നു ഇദ്ദേഹത്തെ കാണാൻ പല ആവർത്തി. എന്നിട്ട് ജി സുധാകരൻ വലിയ വായിലൊരു നീട്ടൂരം എഴുതി കൊടുത്തു. എന്തായിരുന്നു എന്നറിയുമോ? ഞാൻ മരിക്കുന്നത് വരെ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അടിയുറച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി തന്നെ അദ്ദേഹം മരണമടയും. എന്നാൽ ആ വാക്കുകൾ, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു വലിയ ഐഡിയോളജി ഉണ്ട്, വലിയൊരു തത്വചിന്തയുണ്ട്, അല്ലെങ്കിൽ വലിയൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലത്തിലാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തെങ്ങും നടമാടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നും വെറും അധികാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഇന്ന് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പലരും പല ഭാഗങ്ങളിലും മാറി നിന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. പാർട്ടിയുടെ ഔദ്യോഗിക ഘടകങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? പാർട്ടി പറഞ്ഞിരിക്കുന്ന ആ ചില പ്രായപരിധി കണക്കുകൾ അനുസരിച്ചിട്ട് മാറി നിൽക്കും പലരും. അത് സ്വാഭാവികമായൊരു നയമാണ്. പാർട്ടി ടൈം വ്യവസ്ഥ വെക്കും. പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കപ്പുറത്തേക്ക് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് പാർട്ടി. വ്യക്തിയാധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തിനും CPM എന്ന് പറയുന്ന പാർട്ടിയിൽ സ്ഥാനമില്ല എന്നുള്ളതാണ് വാസ്തവം. CPM ഒരു തീരുമാനമെടുക്കുന്നു, ആ തീരുമാനങ്ങളെ കീഴ്ഘടകങ്ങളിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് അവിടെ ഒരു കാര്യമായിട്ട് വരുന്നത്. ചോദ്യം ചെയ്യാം, തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന ഏത് കാര്യത്തെയും പാർട്ടിക്ക് ചോദ്യം ചെയ്യാൻ കഴിയും. അത് കീഴ്ഘടകത്തിനും ചോദ്യം ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്താണ്? ടൈം വ്യവസ്ഥ വെച്ചു. ആ ടൈം വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആൾക്കാർക്ക് പാർട്ടി ഇളവ് കൊടുക്കും. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയമായ ഒരു പ്രാധാന്യം അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയന് ഒരു ടൈം വ്യവസ്ഥയിൽ ഇളവ് കൊടുക്കും. സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും എഴുതപ്പെട്ട ഒരു ഭരണഘടനാപരമായി അല്ലെ ജനാധിപത്യപരമായി പോയിക്കൊണ്ടിരിക്കുന്ന CPM എന്ന പോലൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ പാർട്ടിയിലുള്ള എല്ലാവരും അത് ഉൾക്കൊള്ളാനും അത് അനുസരിക്കാനും ബാധ്യസ്ഥരാണെന്നേ. അല്ലാതെ ഇന്ന ആൾക്ക് ഇന്നത് എന്ന് പറയുന്ന ഒന്നില്ല. എന്നാൽ അത് മനസ്സിലാക്കാൻ എന്തുകൊണ്ടാണ് ഇത്രയും ബുദ്ധിരാക്ഷസനായ, ഇത്രയും ബൗദ്ധിക തലങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് കഴിയാതെ പോയത്? അദ്ദേഹം എത്ര പെട്ടെന്നാണ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞത്. എത്രയോ വർഷക്കാലം, ഏകദേശം 6 പതിറ്റാണ്ട് കാലമായി ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ CPM-നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു നേതാവാണ് ജി സുധാകരൻ.
ആ അദ്ദേഹമാണ് പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ കഴിയാതെ, പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയാതെ, ഏതൊക്കെയോ മുഖമില്ലാത്ത സൈബർ ഹാൻഡിലുകളിൽ നിന്ന് കുത്തിത്തിരിപ്പിന് വേണ്ടി വന്നിട്ടുള്ള ചില വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട്, വാചകങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം പാർട്ടി വിടുന്നത്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വിട്ടുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്ഥാനാർത്ഥിത്വം അത് വെറുതെ അല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ഇതിനിടയിൽ പലരുമായും പല തവണയും ചർച്ച നടത്തി. അവരോടൊക്കെ എത്ര മോശമായിട്ടാണ് ഈ ജി സുധാകരൻ പെരുമാറിയിട്ടുള്ളത്. ഇപ്പോഴെന്തിനാ വന്നതെന്നാണ് CS സുജാത എന്ന് പറയുന്ന വനിതാ നേതാവിനോട് ചോദിച്ചത്. ഇങ്ങനെയൊക്കെയാണോ ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് KC വേണുഗോപാലൻ ആ നിലയ്ക്ക് സംസാരിക്കാതിരുന്നത്? അപ്പോൾ എവിടെയൊക്കെയോ നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ചില ചർച്ചകൾ, ചില സന്ധി ജയിലുകൾ, ചില ഈ പറയുന്ന പോലെ ചില മുറുമുറുക്കലുകൾ, ഇതൊക്കെ എവിടെയൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമല്ലേ? ഇനി കോൺഗ്രസ്സുകാർ അവസരം കൊടുത്തില്ലെങ്കിൽ ജി സുധാകരൻ എന്ന് പറയുന്ന നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇനി BJPയിലേക്ക് അംഗത്വം എടുക്കുമോ? പല ആവർത്തി BJPയെ ശക്തമായ ഭാഷയിൽ വിമർശിച്ച ഒരു നേതാവ് തന്നെയല്ലേ അങ്ങ്. അപ്പോൾ അങ്ങനെയുള്ള ജി സുധാകരൻ വീണ്ടും BJPയിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിലേക്കോ അങ്ങ് പോകുമോ? അത് തെറ്റല്ലേ? അത് തെറ്റായ സന്ദേശമാണ് ഇനി വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത്. ഇവിടെ അതായത് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് മുന്നോട്ട് പോയത് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇപ്പോൾ നിലവിൽ ഇനിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുന്നു എന്ന് ചിന്തിക്കുക. ഇവരും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിൽക്കുന്ന ജി സുധാകരന് എതിരെ ഒരു UDFന്റെ സ്ഥാനാർത്ഥി അമ്പലപ്പുഴയിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കഴിഞ്ഞ തവണ ലിജു ആണ് അവിടെ മത്സരിച്ചത്, കോൺഗ്രസിൻ്റെതായി അല്ലെങ്കിൽ UDFൻ്റെതായി. ഇത്തവണ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകില്ല. അവിടെ ഷുക്കൂർ മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ വന്നിരുന്നുവെങ്കിലും അതൊന്നും നടപ്പിലാകുന്ന കാര്യമേ അല്ല. അമ്പലപ്പുഴയിൽ നിന്ന് ഇത്തവണ ജി സുധാകരൻ തന്നെയായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ചില രാഷ്ട്രീയ മാറ്റങ്ങളുണ്ടെന്നേ. അവിടെ അദ്ദേഹം പറയും മതനിരപേക്ഷമായ വോട്ടുകളാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. ഇവിടെ അമ്പലപ്പുഴയിൽ അങ്ങനെയാണ്. അതെ, അമ്പലപ്പുഴയിലെ സഖാക്കന്മാരെല്ലാം കേഡർ സ്വഭാവത്തോടു കൂടി തന്നെ നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള അമ്പലപ്പുഴയുടെ മണ്ണിൽ പാർട്ടിയെ പച്ചയ്ക്ക് വഞ്ചിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് സ്വതന്ത്രനായി മത്സരിക്കാൻ തുടങ്ങുന്ന ജി സുധാകരനെ സംരക്ഷിക്കാൻ വേണ്ടി അത്രയും കേഡർ സ്വഭാവമുള്ള ഒരു നേതാവിനും അല്ലെങ്കിൽ ഒരു പ്രവർത്തകനും കഴിയില്ലെന്നേ വോട്ട് മാറി ചെയ്യാൻ. എല്ലാവരും CPMനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പിന്നെ UDFന്റെ ഒരു പിന്തുണയുണ്ടെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് തൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ജി സുധാകരൻ നന്നായി അറിയാം. അപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇവിടെ ഈ പറയുന്ന മതനിരപേക്ഷ വോട്ടുകൾ ആയിരിക്കില്ല, അത് പച്ചയ്ക്ക് പറഞ്ഞാൽ അത് മുസ്ലിം വോട്ടുകൾ തന്നെ ആയിരിക്കും ജി സുധാകരനിലേക്ക് എത്താൻ പോകുന്നത്. ആ UDFന്റെ പിന്തുണയോടുകൂടി തന്നെ ആയിരിക്കും സുധാകരൻ ഇത്തവണ അവിടെ മത്സരിക്കുന്നതും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആരുമായി ഞാൻ ചർച്ച നടത്തിയിട്ടില്ല, ആരുമായി ഞാൻ സഹകരിക്കാൻ തയ്യാറല്ല എന്നൊക്കെ എത്ര വീമ്പ് പറഞ്ഞാലും അങ്ങനെ ഒരു പിന്തുണയില്ലാതെ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിന് ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ കഴിയില്ലെന്നേ. കഴിഞ്ഞ തവണ സലാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ ജയിച്ചത്. അന്ന് മുതൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയതാണ്. തന്നെ ഒഴിവാക്കി നിർത്തി 2021 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. VSന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ സഹകരണവും ദേവസ്വവും ഭരിച്ചുകൊണ്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നു. തുടർന്ന് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ പറയുന്ന പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന രജിസ്ട്രേഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. 10 വർഷക്കാലം അദ്ദേഹം മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായിരുന്ന വ്യക്തി തന്നെയാണ് ശരിക്കും ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ അവഗണിച്ചു, തന്നെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി മാറിയിരിക്കുന്നത്. ഒന്ന് ചോദിക്കുക, നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടെ നമുക്കറിയാവുന്ന പോലെ മറ്റൊരാൾ ഇവിടുന്ന് രാജിവെച്ച് കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി. എന്തായിരുന്നു ഐഷ പോറ്റി പറഞ്ഞത്? ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഞാൻ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന ഒരാൾ. തുടർന്ന് നമ്മൾ കണ്ടത് UDFന്റെ പാളയത്തിൽ. അത് മാത്രമല്ല, അതിനിടയിൽ BJPയുമായും ഐഷ പോറ്റി ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇനി മറ്റൊന്നുകൂടി നമ്മൾ നോക്കിക്കോളൂ. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ, സഖാവ് കുഞ്ഞികൃഷ്ണൻ ഇന്ന് പയ്യന്നൂര്, പിന്നെ അങ്ങോട്ട് നോക്കിക്കോളൂ പാലക്കാട് PK ശശി, അങ്ങനെ എത്ര നേതാക്കന്മാർ പോയി. ഈ നേതാക്കന്മാരെ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും 1/4 പൈസയുടെ ഗുണമുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ? 10 പൈസയുടെ ഗുണമില്ല ഇവർ പോയതുകൊണ്ട്. ഇവർ പോകുന്നതുകൊണ്ട് പാർട്ടിക്ക് വലിയ നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ലെന്നേ. ഒരു പക്ഷേ ഒരു പ്രായപരിധി ഒരു പാർട്ടിയിൽ നിശ്ചയിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പാർട്ടിയിൽ ഇനി പുതുതലമുറയ്ക്ക് അവസരം കൊടുക്കണം. പുതുതലമുറയല്ലേ വരേണ്ടത്. അല്ലാതെ എല്ലാ കാലവും പാർട്ടിയിലെ കുറേ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയെ പോലെ കടൽക്കിഴവന്മാർ കൊണ്ടു നടക്കേണ്ട പാർട്ടിയാണോ CPM? അല്ല. ഇനി തലമുറകളുണ്ട്. DYFIക്കാർ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. SFIക്കാരിലും നല്ല കുട്ടികളുണ്ടെന്നേ. ശിവപ്രസാദിനെ പോലെയുള്ള കുട്ടികൾ, അങ്ങനെയുള്ള SFIയിൽ നല്ല കുട്ടികളുണ്ട്, DYFIയിൽ നല്ല കുട്ടികളുണ്ട്. ഇവർക്കൊക്കെ ഇനി ഒരു രാഷ്ട്രീയ ഭാവി ഉണ്ടാകണം. ഇവരാരും വെറുതെ അല്ലല്ലോ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനായിട്ട് ഇറങ്ങുന്നത്, സമയം കളയാനുമല്ല. അതിന് അതിൻ്റേതായ മൂല്യമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവരും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങണം. അപ്പോൾ അവർക്ക് വേണ്ട വഴിയൊരുക്കി കൊടുക്കാൻ വേണ്ടി മാറി നിന്ന് സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് വേണ്ട പിന്തുണ നൽകേണ്ടവരാണ് ഏതൊരു പാർട്ടിയിലെയും മുതിർന്ന നേതാക്കൾ. അപ്പോൾ അവർ സ്വയം മാറി നിൽക്കുക, എന്നിട്ട് അവർക്ക് വഴികാട്ടിയായി മാറുക. അതിന് പകരം അവരിലേക്ക് പോലും രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങി തയ്യാറെടുക്കുന്ന ഈ നാട്ടിലെ യുവ നേതാക്കന്മാർക്ക് പോലും തെറ്റിദ്ധാരണാജനകമായ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിഷേധ രീതി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയല്ല ഏതൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകനും ചെയ്യേണ്ടത്. അങ്ങനെ പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടി അവഗണിക്കുന്നു എന്ന് പറയുന്ന ഒരു തെറ്റായ സന്ദേശം അവിടെ കൊടുക്കുന്നു. പാർട്ടി ഒരു ഘട്ടത്തിലും ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെ അവഗണിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇനി അവിടുത്തെ സാധ്യതകൾ, കഴിഞ്ഞ തവണ എച്ച് സലാം വിജയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് 44.79% വോട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മാത്രമായി. അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം 11,125 വോട്ടുകളുടെ ഭൂരിപക്ഷവും സലാമിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രസകരമായ കാര്യം. എന്നാൽ തൊട്ടു പിന്നാലെ എത്തി എം ലിജു 36.67% വോട്ടുകളാണ് അന്ന് അവിടെ നേടിയത്. ഏകദേശം 50,240 വോട്ടുകൾ. ഇതായിരുന്നു അന്നത്തെ വോട്ടിംഗ് നില. അതായത് ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലം തന്നെയാണ് അമ്പലപ്പുഴ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തവണയും എച്ച് സലാം തന്നെ മത്സരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിന് യാതൊരു മാറ്റവുമില്ല. അപ്പോഴും ഈ ജി സുധാകരൻ ഇതിനു മുമ്പ് മത്സരിക്കുന്ന സമയത്തെല്ലാം അദ്ദേഹത്തിന് മികച്ച ഭൂരിപക്ഷം തന്നെ ഉണ്ടായിരുന്നു മണ്ഡലത്തിൽ. അക്കാര്യം നമുക്ക് ഒരിക്കലും തേച്ചു മായ്ച്ച് കളയാൻ കഴിയുന്ന ഒന്നേ അല്ല. എന്നാൽ കാലത്തിനനുസരിച്ച് പുതിയ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ മുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാവിന് ചേരുന്ന ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ എല്ലാ കാലവും ഒരു സ്ഥാനത്ത് കടിച്ചു തൂങ്ങിക്കിടക്കാം എന്ന് ചിന്തിക്കുന്നവൻ യഥാർത്ഥ സഖാവല്ല എന്നുള്ളതാണ്. പിന്നെ ഇത്തരത്തിലുള്ള പറയുന്ന മതനിരപേക്ഷ വോട്ടെന്ന് പറഞ്ഞാലും എന്ത് കണ്ടിട്ടാണ് ജി സുധാകരൻ ഇത്ര തയ്യാറെടുപ്പോടുകൂടി അല്ലെങ്കിൽ ഇത്രത്തോളം മാനസികമായ ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ സ്വതന്ത്രൻ എന്നുള്ള നിലയിൽ നേരിടുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഇതൊട്ടും അദ്ദേഹത്തിൻ്റെ ഈ പോക്ക് ഒട്ടും സ്വതന്ത്രനായിട്ടല്ല, പകരം പിന്തുണയ്ക്കാൻ തൊട്ടു പിന്നിലായി ഉള്ളത് UDF തന്നെയാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.